Hello friends, എല്ലാവർക്കും സുഖാണോ? എന്തുണ്ട് വിശേഷം? ഹെൽത്ത് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബോഡി. ടെറി ഗിൽമൻസിന്റെ കോട്ടാണ്. നമ്മളും നമ്മുടെ ശരീരവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരം ഏറ്റവും നല്ല രീതിയിൽ ഇരിക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കുറിച്ചാണ്. അതായത് 1 to 13 വീക്സ് ഓഫ് പ്രഗ്നൻസി. അതിനെയാണ് 1 മുതൽ 13 ആഴ്ച വരെയുള്ള പ്രഗ്നൻസിയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ആദ്യത്തെ 3 മാസം. ടോട്ടൽ നമ്മുടെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് 40 വീക്സ് ആണ്. അതിൽ 13 വീക്സ് വരെയുള്ളതിനെ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 3 ട്രൈമസ്റ്റേഴ്സ് ആണ് നമ്മൾ പ്രഗ്നൻസിയായി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 13 വീക്സ് വരെ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്താ, നമ്മൾ പ്രഗ്നൻസി ഒരു UPT കിറ്റോ BTHCG ഒക്കെ ചെയ്ത് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഡോക്ടർ എന്ത് ചെയ്യും, അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും. എന്തൊക്കെയാ? സിറോളജി എന്ന് പറയുന്നത്, അതായത് നമുക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് A, അങ്ങനെ സിറോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തൈറോയിഡ് ചെയ്ത് നോക്കുക, അതുപോലെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള അൾട്രാസൗണ്ട് ഒന്നുകിൽ ഷെഡ്യൂൾ ചെയ്യും. പാകമായിട്ടുണ്ട്, നമ്മുടെ പ്രഗ്നൻസിയുടെ ഗ്രോത്ത് അതിന് നോക്കിയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കൊരു അൾട്രാസൗണ്ട് ചെയ്യും. എന്നിട്ടൊരു 6 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് വന്നു തുടങ്ങും. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റും. അതുപോലൊരു ഹാപ്പി ഫീൽ വേറെ ഇല്ല. എസ്പെഷ്യലി ഫസ്റ്റ് മദേഴ്സൊക്കെ ആണെങ്കിൽ അവർ ഓരോ മൊമെന്റ്സ് എൻജോയ് ചെയ്യും. കാര്യം അവർ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ വായിച്ച് കേട്ടിട്ടേ ഉള്ളൂ, വായിച്ചറിവേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അവർക്കെല്ലാം ഒരു സ്പെഷ്യലാണ് അല്ലേ, പുതിയ ഫീലിങ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 6 വീക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് നമുക്ക് അൾട്രാസൗണ്ട് വഴി കേൾക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുറേ അധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു പീരീഡും കൂടെ ആണ് അല്ലേ. നമുക്ക് ഹാപ്പിനെസ് എന്നോളം തന്നെ നമുക്ക് കുറച്ച് സ്ട്രഗിൾസും ഉണ്ട്. അതായത് ഈ നോസിയ, അതായത് ഓർക്കാനം, ഛർദില്, വയറിന് ചെറിയ വേദന, ബാക്ക് വേദന, മൊത്തത്തിലൊരു ക്ഷീണം, ഒന്നും ചെയ്യാനൊരു എനർജി ഇല്ലാത്തതുപോലെ, അതുപോലെ ഭയങ്കരമായി നെഞ്ചരിച്ചിൽ ഫീൽ ചെയ്യാറുണ്ട്. എന്താ, ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഛർദിക്കുമ്പോൾ അസിഡിറ്റി വന്നിട്ടൊരു നെഞ്ചരിച്ചില്, ദഹനത്തിന്റെ പ്രശ്നം, ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒന്നും ചെയ്യാൻ വയ്യ. മൊത്തത്തിൽ നമ്മൾ എന്താ, ഒരു ഓഫ് സമയമാണ് ഇതിന്റെ പ്രഗ്നൻസിയുടെ തുടക്കം എന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. കരിക്കും വെള്ളമോ എന്താ നമുക്ക് കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ കുറേശ്ശെ ഇടവിട്ട് കഴിക്കാനും കുടിക്കാനും ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ വൊമിറ്റിംഗ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് വാ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആദ്യം കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പോയി ബ്രഷ് ചെയ്യുക. അതിനുശേഷം കുഞ്ഞു സ്മോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കുക. ഒത്തിരി ക്വാണ്ടിറ്റി ഒറ്റയടിക്ക് കഴിക്കാതെ കുറേശ്ശെ 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ നോസിയും വൊമിറ്റിങ്ങിനെയൊക്കെ ചെറുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ചിലരിലൊക്കെ കാണപ്പെടാറുണ്ട്. അതായത് മലബന്ധം, അത് ഒഴിവാക്കാനും നമുക്ക് എന്ത് ചെയ്യാം, ഫൈബർ ഒത്തിരി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ ഒക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ, അതുപോലെ വെള്ളവും കുടിക്കണം, അപ്പോൾ നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡോക്ടർ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വൊമിറ്റിങ്ങോ അങ്ങനെയൊക്കെ ഉള്ളവരിൽ മൾട്ടി വൈറ്റമിൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ മസ്റ്റായിട്ടും കഴിക്കേണ്ട ഒരു സാധനമാണ് ഫോളിക് ആസിഡ്. ഇപ്പം പ്ലാൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളിക് ആസിഡ് എടുത്ത് തുടങ്ങണം. കാര്യം അത് നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഫോളിക് ആസിഡ് നമ്മൾ മുടങ്ങാതെ കഴിക്കാൻ, ഈ 3 മന്ത്സും നമ്മൾ മുടങ്ങാതെ കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മൾട്ടി വൈറ്റമിൻസ് ആവശ്യമുള്ളവർ അങ്ങനെ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ 6 വീക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു 12 വീക്സ് ഒക്കെ എത്തുമ്പോൾ നമുക്കൊരു NT സ്കാൻ എന്ന് പറഞ്ഞിട്ട് നക്ടൽ ട്രാൻസ്ലൻസി സ്കാൻ ഉണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ പാലം വെച്ചിട്ട് എന്തെങ്കിലും അനോമലീസ്, അഥവാ ഡൗൺ സിൻഡ്രോം പോലുള്ള എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ 12 വീക്സിലെ NT സ്കാൻ. അത് നമുക്ക് 12 വീക്സിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് എന്ത് ചെയ്യും, പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴത്തേനും ഒരു കുഞ്ഞ് നാരങ്ങ വലുപ്പമൊക്കെ ആയി വരത്തേ ഉള്ളൂ. എങ്കിൽ തന്നെ നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ, ഒത്തിരി വൊമിറ്റിംഗ് ഒക്കെ ഉള്ളവരൊന്നും ഈ സമയത്ത് അധികം വെയിറ്റ് കൂടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറയുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. നോർമലി ഉള്ള ആൾക്കാരാണെങ്കിൽ ചെറുതായിട്ട് വെയിറ്റ് ഒക്കെ കൂടി തുടങ്ങും. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡൊക്കെ എത്തുമ്പോൾ ഒരു കുഞ്ഞു വയറൊക്കെ നമുക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതൊക്കെയാണ് ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള
കാര്യങ്ങൾ. അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ കണ്ടെയ്നേഴ്സ്, ബോട്ടിൽസ് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കുക, ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം മാക്സിമം ഈ ട്രൈമസ്റ്ററിൽ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കൊതിക്ക് വേണ്ടി കുറച്ചൊക്കെ കഴിക്കുക എന്നല്ലാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.